സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ. അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു സ്നേഹബന്ധം ആയിരുന്നു. അതായത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നോ അതിലെത്രത്തോളം തന്നെ ആ വ്യക്തി തിരികെ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ ഒറ്റപ്പെട്ടതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. മേ ബി ഇതിനോടകം തന്നെ ഈ ഒരു കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് തവണ ഈ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു 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 നെഗറ്റീവ് ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിസൾട്ടാണ് അതിൽ നിന്നും കിട്ടിയത്. അതിൽ ആ വ്യക്തി വളരെ പ്രതീക്ഷ നശിച്ചു പോയ രീതിയിൽ വിഷമിക്കുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. മേ ബി നിങ്ങളുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് മാറിയതായിരിക്കാം. അതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആ വ്യക്തിയുടെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് പോലെയും ഇവിടെ പറയാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ആ വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒരു തിരിച്ചുവരവിനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തിക്ക് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് വളരെ എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ ഉണ്ടാവണം എന്ന് ആ വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്. യെസ്, സീക്രട്ട് ഡിസയർ ഓഫ് യുവർ പേഴ്സൺ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു റീകൺസിലേഷനാണ് ആ വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ആ പുതിയ വെളിച്ചം, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പുതിയ വെളിച്ചം വീണ്ടും വരണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. എക്സാക്ട്ലി കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാണ്ട് ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഭയങ്കരമായിട്ട് ആ ഒരു സിറ്റുവേഷൻസ് മിസ് ചെയ്യുന്നുണ്ട്. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സണ് മറ്റെന്തോ പാഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യം, ആ വ്യക്തി എന്തെങ്കിലും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതോ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു സിറ്റുവേഷനിലും നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയിൽ നിന്ന് വിട്ടുമാറുന്നില്ല. ആ വ്യക്തി അതെല്ലാം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം ആ വ്യക്തി ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ മറന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോഴാണ് ആ വ്യക്തി ശരിക്കും നിങ്ങളുടെ റിയൽ വാല്യൂ മനസ്സിലാക്കുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരുപാട് ഓവർഫ്ലോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തി ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആ വ്യക്തിയുടെ പല ഓർമ്മകളും പല ഫീലിങ്സും നിങ്ങൾക്കും അത് ഒരു സെയിം എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ടാവാം. ചില ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് മെമ്മറീസ് കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി അവർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരിക്കാം. എന്നിരുന്നാൽ പോലും അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു എക്സ്പെക്റ്റേഷൻ അവർ വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തന്നെ ലെറ്റ് ഗോ ചെയ്ത് പോയതായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴും ഒരു പ്രതീക്ഷയുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ദാറ്റ് മീൻസ് ആ വ്യക്തി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ദ ഫൈനൽ കാർഡ് ഈസ് 10 ഓഫ് പെന്റിക്കിൾസ്. അതായത് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെ സീക്രട്ടായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ എത്രയും വേഗം ഒരു
ഒരു സിറ്റുവേഷനിൽ കണ്ടുമുട്ടണമെന്നോ അല്ലെങ്കിൽ നേരിട്ട് കാണണമെന്നാണ് ആ വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് വരുമെന്നാണ് ഇവിടെ കാണുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു കാർമിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നതായിട്ടും ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ ആ ഒരു കാർമിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു റീബർത്ത് ഉണ്ടാവുകയാണ്. അതായത് പലർക്കും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് തന്നെ എൻഡായി എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാർഡും ഓൾമോസ്റ്റ് എല്ലാ കാർഡും അത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളുടെ ലൈഫിൽ വളരെ ഡീപ്പായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എക്സാക്ട്ലി ദിസ് കാർഡ് ഈസ് ഈ ഒരു കാർഡും അത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ എൻഡായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവുന്നതായിട്ടാണ് ആ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. യെസ്, നിങ്ങളുടെ ഒരു റീയൂണിയൻ ഇവിടെ കാണുന്നുണ്ട്. ആ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴായിട്ടുള്ള നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ടോ അവഗണന കൊണ്ടോ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡായി ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും ഒരുപാട് അകന്നു മാറിപ്പോയതായിട്ടാണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു നിങ്ങളെ ഒരു സ്റ്റാറായിട്ട് ആ ഒരു വ്യക്തി ഈ സമയത്ത് കാണുകയാണ്. അത് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് ആ വ്യക്തി അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇപ്പോൾ അത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു ദിവസങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് തിരികെ വന്നെങ്കിൽ എന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്.